ഹലോ ചിന്നു, എടി നീ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല, വിട്ടാണ് കേൾക്കണേ. ചിന്നു എന്താ? അച്ഛാ എന്തു പറഞ്ഞു? ഹലോ ആ ചിന്നു മോളെ, എടി എന്താ? ഹലോ കേക്കുന്നില്ല, വിട്ടാ കേൾക്കുന്നത്. അവൾ എന്തൊക്കെയാ പറയുന്നു? ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നോക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നിന്നെ അവളെ എപ്പോഴാ വിളിച്ചേ? വിളിച്ചിട്ട് 1 മണിക്കൂറായി കാണും. 1 മണിക്കൂർ? എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്? അത് അപ്പച്ചി വിളിച്ചതിന് ശേഷം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അത് വിളിച്ച് കട്ടായപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി. പിന്നെ വീണ്ടും അപ്പച്ചി വിളിച്ചു. അപ്പോഴാണ് ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞത്. ബെസ്റ്റ്. അപ്പോഴാണ് അച്ഛനത് വന്ന് പറയണത്. സോറി അച്ഛാ, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, മറന്നുപോയതല്ലേ. ഓറി അച്ഛാ, അവൾ ഇനി വല്ല അത്യാവശ്യത്തിനാണ് വിളിച്ചെങ്കിലോ? എനിക്കറിയാം, അത് അപ്പച്ചിയുടെ തന്നെ ചോദിക്കാം. ചിന്നുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? എന്തിനു വിളിച്ചു വന്നോ? എന്താണെന്ന് അറിയില്ല. അതെ, വിളിച്ച ഉടനെ പറയണ്ടേ? എന്നിട്ട് അവൾ ഇപ്പോഴാണ് പറയണത്. എന്തോന്നു മക്കളെ, നേരത്തെ കാലത്തും പറയണ്ടേ? ഓട്ടോറിക്ഷ വന്നു. അപ്പച്ചി മക്കളെ, അല്ല അപ്പച്ചി കുറച്ചു നേരത്തെ മുമ്പ് വിളിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആര് വിളിച്ച്? ഇല്ല, അപ്പച്ചി വിളിച്ചു. നീ സ്വപ്നം കണ്ടായിരിക്കും. അമ്മ, അമ്മേ. ചേട്ടാ, വരുവാ. എത്ര നാളായി എന്റെ അച്ഛമ്മയെ കണ്ടിട്ട്. അച്ഛനാണെങ്കി അങ്ങോട്ട് വരുന്നു, പോകാനും സമ്മതിക്കൂല. അതെ അതെ, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നേ ഇല്ലല്ലോ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. രവിയേട്ടാ, നിങ്ങൾ എന്തിനാ ഇവിടെ ഒന്ന് ചാടിക്കറിയിരുന്നേ? മണി, എനിക്ക് പേടിയാ മണി, നീ പോ. ഞാൻ അങ്ങോട്ടൊന്നും പോലെ, അമ്മയ്ക്ക് എന്നെ കാണുന്നേ കലിപ്പാണ്. അതിനേക്കാൾ വലിയ കലിപ്പാണ് അമ്മയ്ക്ക് എന്നെ കാണുന്നത്. മര്യാദക്ക് അമ്മനെ ഫോൺ വിളിച്ചിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നീ സമയത്ത് എന്നെ കുറ്റപ്പെടുത്താതെ നീ ഒന്ന് ചെല്ലുമണി അങ്ങോട്ട്. വീട്ടിലോട്ടും പോകത്തില്ല, അമ്മ വിളിക്കത്തുമില്ല. ബാങ്കിലെ തിരക്കാണെന്നും പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അതല്ലേ ഇപ്പൊ അനുഭവിക്കണേ. എന്നിട്ട് അമ്മ എന്നെ കുറ്റം പറയുള്ളൂ, നിങ്ങളെ ഞാൻ വിടാത്തതാണെന്ന്. മണി, അമ്മ വല്ലതും പറയുമെങ്കിലും അമ്മയ്ക്ക് നിന്നെ ജീവനാണ്. നീ ചെല്ല്, താഴോട്ട് ചെല്ല്. നീ ചെന്ന് ഒന്ന് തണുപ്പീര്, അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വരാം. ഈടാ, അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി, ഞാൻ പോവില്ല. മണി, നീ പോവും മണിയാവും. എന്തൊരു പേടിയാണ് നിങ്ങൾക്ക്. നീ ചെല്ല്, ഇത് ഞാൻ വന്നപ്പോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ അമ്മയുടെ പോയി പറയും കേട്ടോ, ഇവിടെ ഒന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന്. മണി, അമ്മ കൂടി പോയി എന്തോ 2 അടി തരും, അതല്ലേ ഉള്ളൂ, കൊല്ലൊന്നുമില്ലല്ലോ. വാ. എന്നാലും നീ ചെല്ല്, ഞാൻ പയ്യെ വരാം. നീ ആദ്യം ചെന്ന് തണുപ്പീരമ്മേ. ഒന്നുമില്ല, മര്യാദയ്ക്ക് വരുന്നുണ്ടോ? ഞാൻ പറയണോ അമ്മ എടുത്ത് പറ്റും? അവരൊക്കെ എവിടെയടി? ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നേണേ, ഇപ്പൊ കാണാനില്ല. മണി, ഒരു കാര്യം ചെയ്യാം, പറയട്ടെ, നമുക്കൊന്നും അറിയാത്ത പോലെ പോ. നീ എന്നൊന്നും ചെയ്യും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.